വാടാ, ലെറ്റ്സ് ഗോ. ഹലോ മോനെ, എന്തിനാ കരയുന്നത്? ആ ചെറുക്കന് ഒരുപാട് സ്റ്റാർസ് കിട്ടി, എനിക്കാണെങ്കിൽ ഒന്നുപോലും കിട്ടിയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം. കുട്ടികളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ. ഞാനൊരു ഗുണ്ടയുടെ വേഷം കെട്ടി ഞാനൊരു ബാങ്ക് കൊള്ളയടിക്കുന്നതായി ആക്ട് ചെയ്യും. ആ ബാങ്കിൽ കോടികൾ കാണും, അത് ഞാൻ മോഷ്ടിക്കും. അപ്പോൾ നീ ഒരു കയറെടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ വാനിന്റെ പുറകിൽ കൊളുത്തിയിടണം. അത് കഴിഞ്ഞാൽ കുട്ടി നമ്പർ 1 അവാർഡ് നിനക്കായിരിക്കും, അത് ഉറപ്പാണ്. താങ്ക് യു അങ്കിൾ. അങ്കിൾ എന്ത് നല്ല അങ്കിളാ. അങ്കിളെ പോലെ നല്ല അങ്കിളിനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, സത്യം. ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടവന്റെ പേരെഴുതിയിട്ടുണ്ടാവും. കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്ക. എടോ, ഡയലോഗ് ഒന്ന് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഇട്ട് കളഞ്ഞല്ലോ. അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും സഹായിക്കണേ, അവര് കോടികളും തട്ടിയെടുത്തുകൊണ്ട് മുങ്ങുന്നേ. ഞാനിവിടെ ഉള്ളപ്പോ ഒരു മോഷണവും നടക്കില്ല, ഞാൻ എത്തിപ്പോയി. മാമ, ഞാനവനെ രക്ഷിക്കാൻ വേണ്ടി പോവാ. മാമൻ പോയി പോലീസ് മാഡത്തിനെ വിളിച്ചോണ്ട് വാ. പിന്നാലെ അനന്തരവനുണ്ട്, എന്താ ചെയ്യാ? ഈ അനന്തരവനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതായല്ലോ. ഭാഗ്യം, കുറച്ച് ആശ്വാസം കിട്ടി. ഇന്ന് നിന്റെ കാര്യം പോക്കാണ്. അല്ല ടോൾക്കി അങ്കിൾ, ഇതൊക്കെ നിങ്ങളുടെ പണിയായിരുന്നോ? ടോൾക്കി അങ്കിൾ, പുറകെ വലിയൊരു തെന്നിച്ച കൂടുണ്ട്. ഞാൻ മണ്ടനാണെന്നാണോ വിചാരം? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ നിനക്ക് നൈസായിട്ട് എന്നെ തള്ളിയിടാനല്ലേ? ഈ കളികളൊക്കെ നമ്മളെ കൊച്ചിലേ വിട്ട സീനാണ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ പൊന്ന് പോലീസ് മാഡം, അവനെ വെറുതെ വിടരുത്. എന്റെ എല്ലാം മോഷ്ടിച്ചോണ്ട് പോയി. ദീപാവലിക്ക് മിഠായിയൊക്കെ വിറ്റ് 4 കാശുണ്ടാക്കുന്ന വിചാരിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവനെടുത്തോണ്ട് പോയില്ലേ. അവനെ വെറുതെ വിടരുത്, വെറുതെ വിടരുത് മാഡം. എന്റെ ചേട്ടാ, പേടിക്കണ്ടിരിക്കേ, അവനെ ഞങ്ങള് പേടികൂടും. ഇപ്രാവശ്യം നമ്മള് ദീപാവലി എങ്ങനെ ആഘോഷിക്കുക? കടയിന്ന് പടക്കവും മുട്ടായിയൊക്കെ മോഷണം പോയി എന്നല്ലേ അറിഞ്ഞത്. കടക്കാരൻ പേടി കാരണം കട പോലും തുറക്കാൻ തോന്നുന്നില്ല. ഈ ദീപാവലിക്ക് നമ്മൾ എന്താ ചെയ്യാ? ഈ ദീപാവലി നമ്മൾ എന്തായാലും ആഘോഷിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാ. നാലും ഇങ്ങനെ നടത്തും നമ്മള്, അതും പറഞ്ഞാ. പോലീസ് മാഡം, ജോഗാവർ ഇന്നും മോഷണം നടത്തും. അതുകൊണ്ട് ഇനി ആരുടെ ഫോൺ വന്നാലും ജോഗാവറുടെ താവളം നമ്മൾ കണ്ടെത്തിന്ന് പറയണം. എന്നിട്ട് മാഡം റെയ്ഡ് ചെയ്യണം. അപ്പൊ ജോഗാവർ താവളത്തിൽ നിന്ന് ഇറങ്ങി ഓടും. അപ്പൊ പേടിക്കാം. ഹലോ പോലീസ് മാഡം, ഇത്തവണ ജോഗാവർ എവിടെയാ ഒളിച്ചിരിക്കുന്നത് കാര്യം എനിക്കറിയാം. അതെയാ, അവൻ എവിടെയാന്ന് എനിക്കും മനസ്സിലായി. ഞാൻ അങ്ങോട്ടേക്ക് റെയ്ഡിന് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ഈ ദീപാവലി അടിച്ച് പൊളിക്കണട്ടാ. എടാ തീറ്റക്കള്ള, നിന്റെ തീറ്റ ഒന്ന് നിർത്ത്. സാധനങ്ങളെല്ലാം വേഗം എടുത്ത് ഇവിടുന്ന് മുങ്ങിക്കോ. ആ പോലീസുകാരി പെണ്ണുമുള്ളിക്ക് നമ്മുടെ താവളം എങ്ങനെ അറിഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല. അവരിങ്ങോട്ട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പോലീസ് മാഡം, എലി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ജോഗാവർ ഫണ്ടൂഷ് നഗറിന്റെ ഈസ്റ്റേൺ ഹൈവേയിലോട്ടാ പോകുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും മാഡം അടച്ചിട്. അങ്ങനെ ജോഗാവറിനെ ഫണ്ടൂഷ് നഗർ പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. അവിടെ വെച്ചവനെ പിടിക്കാം. ഓക്കേട്ടാ. ഹലോ ഹെഡ്ക്വാർട്ടേഴ്സ്, ഹെഡ്ക്വാർട്ടേഴ്സ്. ഹലോ 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 ഹെഡ്ക്വാർട്ടേഴ്സ്, ഹെഡ്ക്വാർട്ടേഴ്സ്. ഹലോ 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 മിമിക്രി അങ്കിൾ, എല്ലാ നാട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി ഫണ്ടൂഷ് നഗർ പ്ലേ ഗ്രൗണ്ടിലേക്ക് വാ. നമുക്കെല്ലാവർക്കും ദീപാവലി അടിച്ചു പൊളിക്കാം.
വണ്ടി തിരിച്ചു വിട്ടാ റോസി. പൊന്നു കൊച്ചിർക്ക, നീ ശരിക്കും ഒരു ഡോഗ് ട്രെയിനറാ. ശരിക്കും ടൈഗറിനെ അഭിനന്ദിക്കണ്ടേ? ഇവൻ ഭയങ്കര ഇന്റലിജന്റാ. എത്ര പെട്ടെന്നാ പഠിച്ചെടുത്തേ. എന്റെ ചെക്ക, നിനക്ക് ഇതുപോലൊരു നായയെ ട്രെയിൻ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതില്ലട്ടാ. എന്തായാലും എല്ലാരും വന്നേ. പോലീസ് മാഡം, ഞാൻ ഇവനെയും കൂട്ടി വൈകുന്നേരം അങ്ങോട്ട് വരാം. ഇപ്പൊ ഞാൻ ഇവനെ വീട്ടിൽ കൊണ്ടേ വലിയ പാർട്ടി കൊടുക്കാൻ പോവാ. പോലീസ് മാഡം, ഈ ഡോഗി എന്റെ ഓഫീസിൽ ആദ്യമായിട്ട് വന്നപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായതാ. ഇത് ഭയങ്കര ടാലന്റഡ് ഡോഗിയാണെന്ന്. മികച്ചൊരു പോലീസ് ഡോഗായി മാറും. പോലീസ് മാഡം, എന്നെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്. കാരണം ബല്ലാ സാറിന്റെ സാലറി ഒക്കെ കൂട്ടിയെന്നേ. സാർ എന്നോട് പറഞ്ഞായിരുന്നു ഈ ഡോഗിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുവാണെങ്കിൽ എന്റെ സാലറി ഇരട്ടിയാക്കി തരാമെന്ന്. എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല വിശ്വാസമാണ് കേട്ടാ. ബൈ. എന്താ സാലറി കൂട്ടണോ? കാശ് മരത്തിലുണ്ടാവത്തൊന്നുമില്ല. കാശ് മരത്തിൽ കള്ളക്കണാരന്മാര് ബാങ്കിൽ നിന്ന് മോഷണം നടത്തിയിട്ട് ഇതിലെയാ രക്ഷപ്പെട്ടെന്ന് കേട്ടു. അവരുടെ പുറകെ വിട്ടോ, പിടിക്കാൻ നോക്ക്. ചെല്ല്. എടോ കണാര, ഞാൻ തന്നോടല്ല പറഞ്ഞ് ആ പട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കടോ. സോറി മാഡം, അത് തന്നെ ഞാനും ആലോചിച്ചത്. ഞാൻ എങ്ങനെയാ മണത്ത് കണ്ടുപിടിക്കാന്ന്. ആ കള്ളന്റെ എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. അല്ലെങ്കിൽ ഇവനെ എങ്ങനെ മനസ്സിലാവനാ ഏത് സ്പെല്ലാ മണക്കണ്ടേ? അതിനിപ്പ എന്താ? ദേ ഇതാ കള്ളന്റെയാണ്. അവൻ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവന്റെ കഴുത്തേന്ന് വീണതാ. ടൈഗർ, ഫൈൻഡ് കം ഓൺ, ഫൈൻഡ് ടൈഗർ. അല്ലെന്തുട്ടാണിത്? രണ്ടുപേരുണ്ടായിരുന്നോ? ഞാൻ കരുതി ഒറ്റൊരുത്തനാണെന്ന്. ആള് കൊള്ളാം. Try with your power. Try master chokeover. അയ്യോ, വണ്ടി ഒന്ന് നിർത്തണേ. ഹലോ പോലീസ് മാഡം. എന്റെ അമ്മാവാ, എന്തുട്ടാണ് ഇവിടെ ചെയ്യണേ? സോറി പോലീസ് മാഡം, വെരി സോറി. ദേ അമ്മാവാ, വീണ്ടും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കരുതട്ടാ. ക്ഷമിച്ചേട്ടാ, അറിയാതെ ഞാൻ ഇതിൽ വന്ന് ഇരുന്ന് പോയതാ. പക്ഷെ കുറച്ച് സ്പീഡ് കൂട്ടണേ. മുമ്പിൽ അപകടകാരിയായ ഒരു കള്ളനുണ്ട്. ശരിയാക്കി തരാം. എന്റെ ബൈക്കിൽ രണ്ടുപേരെ കേട്ടില്ല, ഒരാളിറങ്ങാൻ. ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ ഒരു സ്റ്റൈൽ അല്ലയോ? അതെ അമ്മാവാ, അനന്തരവാ, വാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇത് വന്ന് വാങ്ങിക്ക്. ഞാൻ മോഷ്ടിച്ചതായത്. മോനെ അനന്തരവാ, നമുക്ക് ആ പൈപ്പിനകത്തൂടെ കേറാൻ പറ്റില്ലല്ലോടാ. നമ്മളോട് ഉടുക്കാൻ വന്ന് നമ്മൾ ഉടച്ച് കൈ കൊടുക്കും. എത്ര വലിയ കള്ളന്മാരി പിടിക്കും ഈ അമ്മാവനും അനന്തരവനും. അയ്യോ എന്റെ അമ്മോ, ബാഗ് വീണുപോയി.
മാമ മാമൻ പൈപ്പിനകത്തോടെ പോ, ഞാൻ പുറത്തോടെ വരാം. ആഹാ, അത് കൊള്ളാവില്ല അനന്തരവാ.